നമസ്കാരം. ഗാനസാധന സ്കൂൾ ഓഫ് മ്യൂസിക്കിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് കീബോർഡിലെ ഒരു രാഗം പരിചയപ്പെടാം. കാരണം ഈ രാഗത്തെക്കുറിച്ച് നാട്ടരാഗം എങ്ങനെയാണ് കീബോർഡ് വായിക്കണത് എന്നും പറഞ്ഞുകൊണ്ട് എന്നെ ഒന്ന് രണ്ട് പേര് വിളിച്ചായിരുന്നു. അപ്പം ഞാൻ കാണിച്ചു തരാം, എങ്ങനെയാണ് വായിക്കണതെന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് അതിനെക്കുറിച്ച് പലരും അങ്ങനെ ആവശ്യമുണ്ട്. ഓരോ രാഗങ്ങൾ എങ്ങനെ വായിക്കണമെന്ന് അറിയാൻ മേല എന്നുള്ളതും പറഞ്ഞുകൊണ്ട് നമ്മളെ വിളിക്കുന്നുണ്ട്. അപ്പം നാട്ടരാഗം ഇങ്ങനെയുള്ള ഒരു ഇതാണ്. പക്ഷേ ആ രീ ഏതാണ്, ഗായ ഏതാണ് വായിക്കുന്നത്, ദായ ഏതാണ് വായിക്കുന്നത്, ഇങ്ങനെയൊക്കെ പല പല ആൾക്കാർക്ക് പല പല സംശയങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് അതിനെക്കുറിച്ച് നിങ്ങളോട് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നാട്ടരാഗം നമുക്ക് സരി, ഇതാണ് എൻ്റെ ഋഷഭം. ദ് സ, സരി സരി ഗ, ഇത് ഗാന്ധാരം. അപ്പോൾ നമുക്ക് മയമോളത്തിൻ്റെ ഒക്കെ ആണെങ്കിൽ ഋഷഭം ഇത് വരും, ശങ്കരാഭരണത്തിൻ്റെ ഒക്കെ ആണെങ്കിൽ ഋഷഭം ഇത് വരും. പക്ഷേ ഈ ഋഷഭം ഷഡ്ശ്രുതി ഋഷഭം എന്ന് പറയും. ഷഡ്ശ്രുതി ഋഷഭം. സരി ഗമ പ, സരി ഗമ പ പദ എന്ന് പറഞ്ഞാൽ ഷഡ്ശ്രുതി ദൈവതം. ഈ ദൈവതം ഇതാണ് ഷഡ്ശ്രുതി ദൈവതം എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ ദൈവതം എന്ന് പറഞ്ഞ പോലെയാണ്. ഈ ഗാന്ധാരം ആണെങ്കിൽ ശുദ്ധഗാന്ധാരം, സാധാരണ ഗാന്ധാരം, അന്തർഗാന്ധാരം എന്ന് പറഞ്ഞ പോലെ ശുദ്ധഋഷഭം, ചതുർശ്രുതി ഋഷഭം, ഷഡ്ശ്രുതി ഋഷഭം, ഇങ്ങനെ മൂന്നാമത്തെ രീതിയാണ് ഇത് എന്ന് പറഞ്ഞ പോലെയാണ്. ഇത് മൂന്നാമത്തെ ദൈവത്തിൻ്റെ സ്ഥാനമാണ്. എന്ന് പറഞ്ഞാൽ ഇത് യഥാർത്ഥത്തിൽ കൈശി നിഷാദം സാധാരണ നമ്മൾ വായിക്കുകയാണെങ്കിൽ, ഇപ്പം നമുക്ക് കാമ്പോജി അല്ലെങ്കിൽ ഭൈരവി ഇതൊക്കെ വായിക്കുകയാണെങ്കിൽ ഇത് കൈശിക നിഷാദമാണ്. ഈ കൈശിക നിഷാദത്തെ നമ്മൾ ദൈവതമാക്കുവാണ് എന്ന് പറഞ്ഞ പോലെ ഇത് ഗാന്ധാരം. ഈ ഗാന്ധാരം സാധാരണ ഗാന്ധാരം എന്നാണ് ഇതിനെ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഹരഹര പ്രിയ, തോടി, ഇങ്ങനെയുള്ളതിനൊക്കെ നമ്മൾ വായിക്കുന്നതാണ് ഈ ഗാന്ധാരം, സാധാരണ ഗാന്ധാരം. ഈ ഗാന്ധാരത്തിൻ്റെ സ്ഥാനത്ത് നമ്മൾ ഋഷഭം പിടിക്കുക, സരി, എന്നാലും ഗാന്ധാരം, അന്തർഗാന്ധാരം പിന്നെ വരുന്നുണ്ട്. ഇതിനെ നമ്മൾ ഋഷഭമായിട്ട് പിടിച്ചുകൊണ്ട് ഈ ഗാന്ധാരം പാടുന്നുണ്ട് എന്ന് പറഞ്ഞ പോലെ ഈ ദൈവത്തെ, ഈ നിഷാദത്തെ നമ്മൾ ദൈവതമായിട്ട് പിടിച്ചുകൊണ്ട് ഈ നിഷാദം പാടുന്നുമുണ്ട്. പറഞ്ഞു മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെ കൂട്ടിയാണ് 16 ശ്രുതി ഈ വരുന്നത്. ക്ലാസിക്കൽ മ്യൂസിക്കിന് എന്ന് പറഞ്ഞാൽ സംഗീതത്തിന്, ദക്ഷിണേന്ത്യ സംഗീതത്തിന് 16 ശ്രുതി ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് രണ്ടോടെ കൂട്ടി പിന്നെ സായും പായും കൂടെ കൂട്ടി 16 ശ്രുതി വരുന്നത്. അപ്പം സരി ഗമ പദ നീ സ, ആരോഹണത്തിൽ കംപ്ലീറ്റ് സ്വരമുണ്ട്. സരി ഗമ പദ നീ സ. നമുക്കിനി അവരോഹണം സാ നീ പ മ രേ സ. അവരോഹണത്തിൽ ഈ ദൈവത ഇല്ല. സാ നീ പ, ഇത് കാകളി നിഷാദം. സാ നീ പ മ, സാ നീ പ മ രേ സ. സ്വാമിനാഥ പരിപാലയ സുമാ, സ്വാമിനാഥ പരിപാലയ സുമാ. ഇങ്ങനെ ഈ കീർത്തന ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പം ഇതൊക്കെ ഈ രാത്രി ചിട്ടപ്പെടുത്തിയിരിക്കുന്ന. അപ്പം ഈ അവരോഹണത്തിന് സാ നീ പ മ ഗമ രേ സ എന്നും ഒരു പ്രയോഗമുണ്ട്. സ നി പ മ ഗ മ രേ സ. പക്ഷേ
സനി പമരേ സ. ഇങ്ങനെ അവരോഹണത്തിന് 2 വിധം അവരോഹണമുണ്ട്. സനി പമ ഗമ രേ സ. അതേസമയം സനി പമരേ സ. മഹാഗണപതിം മനസാ സ്മരാമി. മഹാഗണപതിം മനസാ സ്മരാമി. ഇങ്ങനെയുള്ള ഈ കീർത്തനം, ഒത്തിരി കീർത്തനങ്ങളുണ്ട്, ഭയങ്കര ഫേമസ് രാഗമാണ്. അപ്പം ഇതാണ് നാട്ടരാഗത്തിൻ്റെ. അപ്പം നമ്മൾ നാട്ടരാഗത്തിൻ്റെ ഷഡ്ജം, ഷഡ്ശ്രുതി ഋഷഭം, അന്തരകാന്താരം, ശുദ്ധമധ്യമം, പഞ്ചമം, ഷഡ്ശ്രുതി ദൈവതം, കാകലി നിഷാദം, ഷഡ്ജം. ഇതാണ് ക്ലാസിക്കലിൽ നമ്മൾ പറയുന്ന സ്വരങ്ങളുടെ സ്ഥാനങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഈ രാഗം വായിക്കാൻ നിങ്ങൾക്ക് നന്നായിട്ട് എളുപ്പമായി കാണും എന്ന് ഞാൻ കരുതുകയാണ്. നിങ്ങൾക്ക് സംശയം കാണുകയല്ലോ. സരേ കേട്ടോ, ഗമ പദ നീ സ സാനി പമ ഗമ എന്നും സാനി പമ രേ സ എന്നും 2 വിധം. അപ്പോൾ നിങ്ങൾ ഈ രാഗം വായിച്ച് പഠിക്കുക. ഈ രാഗത്തിലുള്ള പാട്ടുകൾ നിങ്ങൾ വായിക്കാൻ ശ്രമിച്ച് നോക്കുക. ഇനി നമുക്ക് അടുത്ത എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിച്ച് അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അപ്പോൾ ഓരോ രാഗത്തെക്കുറിച്ച് എനിക്ക് അറിയാവുന്ന രീതിയിൽ അല്ലെങ്കിൽ എനിക്കറിയാമെങ്കിൽ അത് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇനി നമുക്ക് വീണ്ടും അടുത്ത ഒരു ക്ലാസ്സുമായിട്ട് നമുക്ക് അടുത്ത ദിവസം അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.